മാസം 25,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾ കോടീശ്വരനാകുന്നു. എന്നാൽ മാസം 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന മറ്റൊരാൾ കടത്തിൽ മുങ്ങി ജീവിക്കുന്നു. ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? പണക്കാരനാകാൻ വലിയ ശമ്പളം വേണമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തെറ്റിദ്ധാരണകളിൽ ഒന്നാണ്. ഇന്ന് ഈ വീഡിയോയിൽ ശമ്പളം മാത്രം ആശ്രയിച്ച് എങ്ങനെ സാമ്പത്തികമായി മുന്നേറാം എന്ന് 4 ലളിതമായ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. മിക്ക ആളുകളും ചെയ്യുന്ന ആദ്യത്തെ തെറ്റ് ഇതാണ്. ശമ്പളം 20,000 രൂപ ആയിരുന്നപ്പോൾ സാധാരണ ഫോൺ ഉപയോഗിച്ചു. ശമ്പളം 40,000 ആയപ്പോൾ 50,000 രൂപയുടെ ഫോൺ വാങ്ങി. ശമ്പളം 60,000 രൂപ ആയപ്പോൾ ബൈക്കിൻ്റെ EMI, പിന്നീട് ക്രെഡിറ്റ് കാർഡ്. അങ്ങനെ ശമ്പളം കൂടും, പക്ഷേ സമ്പത്ത് കൂടില്ല. ഓർക്കുക, ശമ്പളം കൂടുമ്പോൾ ചെലവ് കൂടുന്നവൻ ഒരിക്കലും പണക്കാരനാകില്ല. ശമ്പളം കൂടുമ്പോൾ നിക്ഷേപം കൂടുന്നവനാണ് സമ്പന്നൻ ആകുന്നത്. രണ്ടാമത്തെ കാര്യം, ആദ്യം സ്വയം പണം കൊടുക്കുക. മിക്ക ആളുകളും എന്താണ് ചെയ്യുന്നത്? ആദ്യം എല്ലാ ബില്ലുകളും അടക്കും, ഷോപ്പിംഗ് ചെയ്യും, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. മാസാവസാനം ബാക്കി വന്നാൽ സേവ് ചെയ്യും. പക്ഷേ മാസാവസാനം ഒന്നും ബാക്കിയുണ്ടാകില്ല. പണക്കാരായ ആളുകൾ ഇതിന് നേരെ വിപരീതമാണ് ചെയ്യുന്നത്. ശമ്പളം വന്ന ഉടനെ 20% അല്ലെങ്കിൽ കഴിയുന്നത്ര ഒരു ഭാഗം വേറെ അക്കൗണ്ടിലേക്കോ നിക്ഷേപങ്ങളിലേക്കോ മാറ്റും. ബാക്കി പണം കൊണ്ട് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സമ്പത്ത് വർഷം തോറും വളരും. മൂന്നാമത്തെ കാര്യം, പണം ജോലി ചെയ്യണം. നിങ്ങൾ ജോലി ചെയ്താൽ മാത്രം വരുമാനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ജോലി നിർത്തുന്ന ദിവസം വരുമാനവും നിൽക്കും. പക്ഷേ നിങ്ങളുടെ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറങ്ങുമ്പോഴും വളരാൻ ശ്രമിക്കും. ഉദാഹരണത്തിന്, ഒരു മാസം 5,000 രൂപ വീതം ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ചാൽ വർഷങ്ങളിലൂടെ കോമ്പൗണ്ടിങ്ങിൻ്റെ ശക്തി കാരണം അത് വലിയ തുകയായി മാറാൻ കഴിയും. സമയം കൂടുന്തോറും ചെറിയ തുകകൾ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. നാലാമത്തെ കാര്യം, വരുമാനം കൂട്ടുക. ഒരു ശമ്പളത്തിൽ മാത്രം ആശ്രയിക്കുന്നത് ഇന്ന് റിസ്ക്കാണ്. പുതിയ സ്കിൽസ് പഠിക്കുക, ഫ്രീലാൻസിംഗ് ചെയ്യുക, ഓൺലൈൻ ജോലികൾ ചെയ്യുക, ചെറിയ ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കഴിവ് ഉപയോഗിച്ച് അധിക വരുമാനം കണ്ടെത്തുക. പണക്കാരായ ആളുകൾ ഒരു വരുമാന മാർഗത്തിൽ മാത്രം വിശ്വസിക്കാറില്ല. അഞ്ചാമത്തെ കാര്യം, കടം ശ്രദ്ധിക്കുക. കടം എടുക്കുന്നത് എല്ലായ്പ്പോഴും തെറ്റല്ല. പക്ഷേ സ്റ്റാറ്റസ് കാണിക്കാൻ ഫോൺ വാങ്ങൽ, ആഡംബര ബൈക്ക്, അനാവശ്യ EMI ഇവയാണ് പലരുടെയും ശമ്പളം വിഴുങ്ങുന്നത്. ഒരു ലളിതമായ നിയമം ഓർക്കുക. ആസ്തി വാങ്ങുന്ന കടം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ആഡംബരത്തിന് എടുക്കുന്ന കടം നിങ്ങളെ പിന്നോട്ട് വലിക്കും. ആറാമത്തെ കാര്യം, ക്ഷമ. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാം ഉടനെ വേണം. പക്ഷേ സമ്പത്ത് ഒരു രാത്രി കൊണ്ട് ഉണ്ടാകില്ല. അത് വർഷങ്ങളായി നല്ല തീരുമാനങ്ങൾ ആവർത്തിച്ചെടുക്കുന്നതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് പണക്കാരനാകാൻ ആദ്യം വലിയ ശമ്പളം വേണ്ട. വേണ്ടത് ശമ്പളം കൂടിയാലും ചിലവ് നിയന്ത്രിക്കുക, എല്ലാ മാസവും സ്ഥിരമായി സേവ് ചെയ്ത് നിക്ഷേപിക്കുക, പുതിയ സ്കിൽസ് പഠിച്ച് വരുമാനം വർദ്ധിപ്പിക്കുക, അനാവശ്യ കടങ്ങൾ ഒഴിവാക്കുക, ദീർഘകാലം ക്ഷമയോടെ മുന്നോട്ട് പോകുക. ഓർക്കുക, ശമ്പളം നിങ്ങളെ സമ്പന്നനാക്കില്ല. നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളാണ് നിങ്ങളെ സമ്പന്നനാക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ട് തോന്നിയാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. ഇത്തരത്തിലുള്ള മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.